ദളിത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം നടത്തി. DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അയ്യങ്കാളിയുടെ പോരാട്ടം ദളിതർ ഏറ്റെടുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിലെ മഹാനായ നേതാവും പിന്നോക്ക ജനവിഭാഗങ്ങളുടെ അവകാശ സംരക്ഷകനുമായ അയ്യങ്കാളിയുടെ പോരാട്ടം ദളിതർ ഏറ്റെടുക്കണമെന്ന് DCC പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു. ദളിത് കോൺഗ്രസ് കൊല്ലം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അയ്യൻകാളി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹ്യനീതി, സമത്വം, വിദ്യാഭ്യാസാവകാശം എന്നിവയ്ക്കായി ജീവിതം സമർപ്പിച്ച അയ്യൻകാളിയുടെ സംഭാവനകൾ ഇന്നും സമൂഹത്തിന് പ്രചോദനമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മഹാനായ അയ്യങ്കാളി നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് 85 വർഷങ്ങളാണ്. അപ്പൊ 85 വർഷത്തിന് മുൻപാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. കണക്ക് നോക്കിയാൽ 1940-ലാണ് അദ്ദേഹം മരണപ്പെട്ടത്. 40 അതിന് മുൻപുള്ള അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടം, അത് ജീവിച്ചിരുന്ന ആളുകളെ ഇവിടെ ഇപ്പോൾ ആലോചിക്കില്ല. നമ്മുടെ സമൂഹത്തിൽ ഇന്നും വിവേചനങ്ങൾ നിലനിൽക്കുകയാണ്. ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെ രാജ്യത്തെ ഉണ്ടായെങ്കിലും സാമൂഹിക തിന്മകൾ ഇന്ന് നമ്മുടെ രാജ്യത്തുണ്ട് എന്നതിൽ യാതൊരു സംശയവും. പ്രസംഗത്തിലൊക്കെ നമ്മൾ പറയും എല്ലാവരും ഒന്നാണ്, യാതൊരു ജാതി വിവേചനവും ഇല്ല. പക്ഷെ കാര്യങ്ങളോട് അടുക്കുമ്പോൾ ഇന്നും ജാതിയും മതവും പിന്നോക്ക വിഭാഗങ്ങൾ ആ വേർതിരിവുകൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കും. പക്ഷെ അന്നത്തേതിൽ നിന്ന് ഒരുപാട് മാറുവാൻ നമ്മുടെ രാജ്യത്തിൽ കഴിഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. ആ മാറ്റം എങ്ങനെ ഉണ്ടായി? മഹാനായ അയ്യങ്കാളിയെ പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കളുടെ ജീവൻ മരണ പോരാട്ടത്തിലൂടെയാണ് ആ മാറ്റങ്ങൾ ഉണ്ടായത് കേരളത്തിൽ. അയ്യൻകാളിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ജില്ലാ പ്രസിഡന്റ് വെഞ്ചേമ്പ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കുണ്ടറ സുബ്രഹ്മണ്യം, രഞ്ജിനി സൂര്യകുമാർ, മുഖത്തല ഗോപിനാഥൻ, CK രവീന്ദ്രൻ, ബാബു പേരാൻ തൊടിയിൽ, ആശാലത എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.